ബിൻ ലാദനെ വധിക്കുമെന്ന് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നാൽ ആ ഒരു പ്രഖ്യാപനം വാസ്തവത്തിൽ ബിൻ ലാദനെ കൂടുതൽ അജ്ഞാതനാക്കി. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന പ്രൊജക്ട് ഇതിനായി അവർ രൂപീകരിച്ചു. FBI, CIA തുടങ്ങി നിരവധി ഏജൻസികൾ ബിൻ ലാദന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമായി തുടർന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവരെ കുഴയ്ക്കുന്ന ഒരു സംഭവം ആ സമയത്ത് നടന്നിരുന്നു. അൽ-ഖ്വയ്ദ സംഘം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. സംഘത്തിന്റെ തലവനായ ബിൻ ലാദന്റെ അറിവോടുകൂടിയേ ഇവ നടക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കറിയാമായിരുന്നു. അതായത് ബിൻ ലാദൻ ഇപ്പോഴും അൽ-ഖ്വയ്ദ സംഘവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെ? മൊബൈൽ ഫോണും ഇന്റർനെറ്റും ബിൻ ലാദൻ ഉപയോഗിക്കില്ല എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം 1998 ഓഗസ്റ്റിൽ ബിൻ ലാദന്റെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് US സേന അഫ്ഗാനിലെ താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം ബിൻ ലാദൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും അയാളിത് ചെയ്യുന്നത്? ആ ഒരു ചോദ്യം ഉദ്യോഗസ്ഥരെ ശരിക്കും കുഴക്കി. ആശയവിനിമയത്തിനായി ഏതോ ഒരു സംവിധാനം അയാൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ CIA ആ സംവിധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് അവർ ആ നിഗമനത്തിലെത്തുന്നത്. ആശയവിനിമയത്തിനായി അയാൾ ഉപയോഗിക്കുന്നത് പ്രാകൃത രീതിയാണ്. അതായത് ഒരു സന്ദേശവാഹകനെയാണ് ഇതിനായി അയാൾ ഉപയോഗിക്കുന്നത്. ബിൻ ലാദന്റെ സന്ദേശം അൽ-ഖ്വയ്ദയിലേക്ക് എത്തിക്കുന്നതും തിരിച്ചുള്ള സന്ദേശം ബിൻ ലാദനിലേക്ക് എത്തിക്കുന്നതും ഈ ഒരാൾ മുഖേനയാണ്. ഉടൻ തന്നെ ആ ഒരു സന്ദേശവാഹകനെ കണ്ടുപിടിക്കുവാനുള്ള തീരുമാനം CIA എടുത്തു. തടവിലായ നിരവധി അൽ-ഖ്വയ്ദ സംഘങ്ങളെ അവർ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ അവിടെയും അവർക്ക് പ്രത്യേകിച്ച് തുമ്പൊന്നും ലഭിച്ചില്ല. പക്ഷേ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പിന്നീട് ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യൽ അവർ ആരംഭിച്ചു. ദിവസങ്ങളോളം അത് നീണ്ടുനിന്നു. അങ്ങനെ 41 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അവർക്കൊരു തെളിവ് ലഭിച്ചു. ഒരു പേര് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അബു അഹമ്മദ് അൽ-കുവൈറ്റി എന്നതാണ് പേര്. എവിടെയെല്ലാം അൽ-ഖ്വയ്ദ സംഘം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ വ്യക്തി മാസങ്ങൾക്ക് മുൻപെത്തിയിട്ടുണ്ട്. അങ്ങനെ CIA അത് ഉറപ്പിച്ചു. സന്ദേശവാഹകൻ അബു അഹമ്മദ് അൽ-കുവൈറ്റി തന്നെ. അന്വേഷണത്തിൽ ആദ്യമായി ഒരു പുരോഗമനമുണ്ടായത് അപ്പോഴാണ്. എന്നാൽ ആ ഒരു പേര് മാത്രം ഉപയോഗിച്ച് എങ്ങനെ അയാളെ കണ്ടുപിടിക്കുമെന്ന വലിയ ചോദ്യം അവരുടെ മുൻപിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഒരേ ഒരു വഴി മാത്രമാണ് അവരുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത്. ബിൻ ലാദൻ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര കോളുകൾ ടാപ്പ് ചെയ്യുക. ആ ഒരു വഴി എന്നത് കടൽ നീന്തി കടക്കുന്നതിന് തുല്യമാണെന്ന് അവർക്ക് തോന്നി. ആയിരക്കണക്കിന് കോളുകളാണ് ദിനം പ്രതി ഇവിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അൽ-കുവൈറ്റി എന്ന പേര് അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുപോലും ഉറപ്പില്ല. പക്ഷേ CIAക്ക് മുൻപിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കിട്ടിയ തെളിവുമായി തന്നെ മുൻപോട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ ജോലി ആരംഭിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഒരു തെളിവ് പോലും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം ആ ഓഫീസിൽ ഉയരുന്നത്. ഇത്